പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 2024 അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി 2025 പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷവും ആനന്ദം നൽകുന്ന ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ രക്ഷകനും നാഥനുമായിട്ടുള്ള കർത്താവ് യേശു മിശിഹായുടെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ചരിത്രത്തെ രണ്ടായിട്ട് തിരിച്ച ചരിത്ര പുരുഷനായ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. അതോടൊപ്പം ഒരു ഇരട്ടി മധുരമെന്ന പോലെയാണ് പുതുവർഷം 2025. കാരണം പരിശുദ്ധ കത്തോലിക്ക തിരുസഭ 2025 ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. അതിനാൽ തന്നെയാണ് ഇരട്ടി മധുരമെന്ന് പറയുവാനായിട്ടുള്ള കാരണം. അതിന് ഒരുക്കമായിട്ട് ഈ വരുന്ന ഞായറാഴ്ച 29-ാം തീയതി ജൂബിലി വർഷത്തിൻ്റെ ഉദ്ഘാടനം എല്ലാ രൂപതകളിലും നടക്കുകയാണ്. എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നിയത് ജൂബിലി വർഷത്തിൻ്റെ ലോകയും ആപ്ത വാക്യവുമാണ് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകരെന്നാണ് ഈ ജൂബിലി വർഷത്തിൻ്റെ ആപ്ത വാക്യം. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണിവ. കാരണം ഇന്നിൻ്റെ ലോകത്ത് പലരും പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിലാണ് ജീവിക്കുന്നത്. നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഓർക്കാം, സാമ്പത്തികമായിട്ട് ക്ലേശങ്ങൾ മൂലം, രോഗപീഠകൾ മൂലം, കടബാധ്യതകൾ മൂലം, ജോലി ലഭിക്കാത്ത അവസ്ഥ മൂലം, വിവാഹ തടസ്സങ്ങൾ മൂലം, അങ്ങനെ നിരവധിയായിട്ടുള്ള മനോവിഷമങ്ങൾ മൂലം നിരാശയിൽ കഴിയുന്നവരുണ്ട്. ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മധ്യേ നമുക്കെല്ലാവർക്കും പ്രത്യാശയ്ക്ക് ഒരു വകയുണ്ട്, ഒരു കാരണമുണ്ട്. നമുക്കായിട്ട് ഒരു രക്ഷകൻ ഈ പുണ്യ രാത്രി ജനിച്ചിരിക്കുകയാണ്. നമ്മുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി, ആത്മീയ കരുത്ത് ദിവ്യ രക്ഷകനായിട്ടുള്ള ഉണ്ണി ഈശോ നമുക്ക് എല്ലാവർക്കും നൽകും. നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. മത്തായി 4:16 അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായിട്ട് ഒരു ദീപ്തി ഉദയം ചെയ്തു. ആ ദീപ്തിയാണ് ഉണ്ണീശോ ദിവ്യ രക്ഷകൻ, നമ്മുടെ നാഥനും കർത്താവുമായിട്ടുള്ള ഈശോ മിശിഹ. ഇസ്രായേൽ ജനത വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. പ്രത്യാശയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ നീണ്ട ആ കാത്തിരിപ്പിന് ശേഷമാണ് കർത്താവിൻ്റെ തിരുപ്പിറവി സംഭവിക്കുന്നത്. അവർക്കുള്ള പ്രത്യാശയുടെ ഒരു അടയാളമായിരുന്നു ആകാശത്ത് ഉദിച്ച് ഉയർന്ന നക്ഷത്രം. അങ്ങനെ തിരുപ്പിറവിയിലൂടെ നമുക്ക് പരിപൂർണമായിട്ടുള്ള സന്തോഷവും സമാധാനവും ജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഭൂമിയിൽ ജാതനായത്. പ്രിയപ്പെട്ടവരെ, നിരാശയിൽ കഴിയുന്ന നിരവധി ആളുകളെ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എല്ലാവരുമല്ല, ഒരുപക്ഷെ കുറേയധികം ആളുകൾ. ഈ കഴിഞ്ഞ ആഴ്ച രാത്രി 10 മണിക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു യുവാവിൻ്റെ ഫോൺ കോളായിരുന്നു അത്. അവൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അച്ഛൻ, എനിക്ക് അച്ഛനെ വളരെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ തന്നെ കാണണം. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇപ്പോൾ രാത്രി 10 മണിയായല്ലോ, നാളെ കണ്ടാൽ പോരെ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, അച്ചോ, വളരെ അത്യാവശ്യമായിട്ട് കാണണം അച്ചോ, എനിക്ക് ജീവിതം മടുത്തച്ചോ, എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഒരു ആഗ്രഹവുമില്ല, ജീവിതം അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഫോണിലൂടെ ഒരു അരമണിക്കൂറോളം അവനോട് സംസാരിച്ചു. ഞാൻ നാളെ രാവിലെ തന്നെ നിന്നെ കാണാമെന്ന് പറഞ്ഞു അവനെ ആശ്വസിപ്പിച്ചു. കുറേയധികം പ്രശ്നങ്ങൾ മൂലം ഒത്തിരി നിരാശയിൽ അവന് കഴിയുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ പിറ്റേ ദിവസം തന്നെ അതിരാവിലെ തന്നെ അവനെ കണ്ടു, അവനോട് സംസാരിച്ചു. കുറേയൊക്കെ അവനെ ഞാൻ സമാധാനിപ്പിച്ച് ശക്തിപ്പെടുത്തി. പക്ഷേ അവനെല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം നൽകുവാനായിട്ട് സാധിച്ചില്ല. മറ്റൊരു അനുഭവം കൂടി ഇവിടെ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഇന്നലെ ഞാനൊരു രോഗിയെ കാണുവാനായിട്ട് പോയിരുന്നു. ഭവന സന്ദർശന വേളയിൽ അപ്പനും അമ്മയും എന്നോട് പറയായിരുന്നു, അച്ചോ, 2 ആൺമക്കളുണ്ടായിട്ടും ഒരു കാര്യമില്ല. 30-32 വയസ്സായവർക്ക്, പക്ഷേ വീട്ടിൽ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല.
ഇപ്പോഴും ഞാൻ തന്നെയാണ് അധ്വാനിച്ച് വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ 2 ആൺമക്കൾ ഉണ്ടായിട്ട് പോലും അവരൊരു 5 പൈസ പോലും വീട്ടു ചെലവിലേക്ക് നൽകുന്നില്ല. ആ അമ്മയുടെ കണ്ണുകളിൽ ജീവിതത്തിൻ്റെ വലിയൊരു നിരാശ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. കുറേ സമയം അവരോടുകൂടെ ഞാൻ സംസാരിച്ചു, അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ മടങ്ങിയത്. എൻ്റെ മനസ്സിൽ വലിയൊരു വേദനയോടുകൂടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയത്. തിരിച്ചെത്തിയിട്ടും അവരുടെ കണ്ണിലെ ആ നിരാശ എന്നെ ഒത്തിരി അലട്ടിക്കൊണ്ടിരുന്നു. നിരാശയിൽ കഴിയുന്ന നിരവധി ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്രകാരം നിരാശയിൽ കഴിയുന്ന ആളുകളുണ്ട്. ഈ ക്രിസ്മസിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, ഉണ്ണീശു ജനിച്ചത് സകലർക്കും പ്രത്യാശ നൽകുവാൻ വേണ്ടിയാണ്, സന്തോഷത്തിൻ്റെ വാർത്ത നൽകുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് രക്ഷകനായി അവിടുന്ന് പിറക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രത്യാശ പകർന്നുകൊണ്ട് അവിടുന്ന് പിറക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ഒരു കിരണമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് പ്രത്യാശ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ ജൂബിലിയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ സ്ഥാപന ബിളാണ് സ്പെസ് നോൺ കോൺഫിഡൻറ്റ്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ലെന്നാണ് ഇതിനർത്ഥം. അതിലൂടെ പാപ്പ പ്രത്യാശയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തിലും സ്നേഹത്തിലും അടിസ്ഥാനമുള്ളതാണ് പ്രത്യാശ എന്ന്. പ്രത്യാശ സ്നേഹത്തിൽ നിന്നും ജനിക്കുന്നു. അത് കുരിശിൽ വെച്ച് പിളർക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു, സ്നേഹത്തിൽ അടിസ്ഥാനമാകുന്നു. നമ്മുടെ ലക്ഷ്യമായ കർത്താവ് യേശുമിശിഹായുമായിട്ടുള്ള കണ്ടുമുട്ടലിലേക്ക് നമ്മളെ നയിക്കുന്ന നിത്യ സ്നേഹിതനാണ് പ്രത്യാശ. ഭാവി എന്തായിരിക്കുമെന്നതിലുള്ള അനിശ്ചിതത്വം ഹൃദയത്തിൽ കുടികൊള്ളുമ്പോഴും സംഭവിക്കാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കായുള്ള പ്രതീക്ഷയും ദാഹവുമായി പ്രത്യാശ നമ്മളിൽ എല്ലാവരിലും കുടികൊള്ളുന്നു. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള വികാരങ്ങൾ ഉണർത്താം. ഉറച്ച വിശ്വാസത്തിൽ നിന്നും ഭയത്തിലേക്കും, ശാന്തതയിൽ നിന്നും ആകുലതയിലേക്കും, ഉറച്ച ബോധ്യത്തിൽ നിന്നും സന്ദേഹത്തിലേക്കും സംശയത്തിലേക്കും നയിക്കപ്പെടാം. പലപ്പോഴും ഒന്നും തങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നില്ല എന്ന് കരുതുന്ന ദോഷേകദൃക്കുകളായിട്ടുള്ള ഉന്മേഷരഹിതരും അവിശ്വാസികളുമായ വ്യക്തികളെ നാം കാണാറുണ്ട്. എന്നാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രത്യാശ നവീകരിക്കുന്നതിനുള്ള കാലമായിട്ട് മാറണം ഈ തവണത്തെ ക്രിസ്മസും നമ്മൾ ആഘോഷിക്കുവാനായിട്ട് പോകുന്ന ജൂബിലി വർഷമൊക്കെ. അതിനുവേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കൊച്ചു കൊച്ചു പ്രവൃത്തികൾ മാത്രം മതി. അതുമാത്രം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണങ്ങളായിട്ട് മാറുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, കൊച്ചു കൊച്ചു പ്രവൃത്തികൾ മാത്രം മതി. അമേരിക്കൻ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറും പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ ലവ് എന്നും അറിയപ്പെടുന്ന ഫെലിസ് ലെനാർഡോ ബുസ്കാലിയോ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: Too often we underestimate the power of a touch, a smile, a kind word, a listening ear, an honest compliment, or the smallest act of caring, all of which have the potential to turn a life around. പലപ്പോഴും നമ്മൾ ഒരു സ്പർശനത്തിൻ്റെ ശക്തി, ഒരു പുഞ്ചിരി, ദയവുള്ളതായിട്ടുള്ള വാക്ക്, നന്നായി ശ്രവിക്കുന്ന കാതുകൾ, സത്യസന്ധമായിട്ടുള്ള അഭിനന്ദനം, അതുമല്ലെങ്കിൽ കരുതലിൻ്റെ ഏറ്റവും ചെറിയ പ്രവൃത്തി എന്നിവയെ നമ്മൾ പലപ്പോഴും കുറച്ച് കാണുന്നു. എന്നാൽ ഇവയെല്ലാം ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ടുള്ള കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുവാനുള്ള ചില മാർഗങ്ങളാണ് ഇവയെല്ലാം. ആയതിനാൽ മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു പുഞ്ചിരി സമ്മാനിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രോത്സാഹനത്തിൻ്റെ ഒരു നല്ല വാക്ക്, കരുണ നിറഞ്ഞ വാക്ക്, സ്നേഹത്തിൻ്റെ ഒരു തലോടൽ, ഒരു സ്പർശനം, ഒരു നല്ല ശ്രോതാവായിട്ട് മാറിക്കൊണ്ട് അങ്ങനെ പ്രത്യാശയുടെ കിരണങ്ങളൊക്കെയായിട്ട് നമുക്ക് മാറാം. ഈ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ ക്രമപ്പെടുത്തുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ടുള്ള വലിയ ദൗത്യമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ കിരണങ്ങളൊക്കെയായിട്ട് മാറുവാൻ. ഓർക്കാം, നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ഉദിതനായിട്ടുള്ള ക്രിസ്തുവാണ്, അവിടുത്തെ തിരുപ്പിറവിയാണ്. ആയതിനാൽ ഉണ്ണീശോ നമുക്ക് നൽകുന്ന സ്നേഹവും സമാധാനവും പ്രത്യാശയും സ്വീകരിച്ചുകൊണ്ട്
ഒരു വ്യക്തിയുടെ ജീവിതത്തിലെങ്കിലും പ്രത്യാശയുടെ കിരണമായി മാറി പ്രത്യാശയാൽ നിറച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം ധന്യമാക്കുവാനായിട്ട് ഈ ക്രിസ്മസിൽ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.